മിമിക്രി കൂടെ സിനിമയിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ 3 മതിലാ. ഈ മതിലിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് കേട്ടിയ ബ്രിട്ടീഷുകാർ ഞാനൊക്കെ മുന്നിൽ ഓടിക്കയറിയിട്ടുണ്ട്. ഈ 2013 കാലഘട്ടത്തിൽ അന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും ഇപ്പൊ ആ ഡയലോഗ് പറയുമ്പോൾ ആ വലിയൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. സുരേന്ദ്രേട്ടാ, എന്താന്ന് വെച്ചാല് മനസ്സിന്റെ ഒരു സന്തോഷ സമാധാനൊക്കെ പാടെ നിങ്ങൾ എമ്മാരി വെറുപ്പിക്കലാന്ന്. ഭയങ്കര വീട്ടിലാണല്ലോ നിങ്ങള്. നിങ്ങൾ വീട്ടിൽ പോയി വീട്ടിലെടുത്തത് ഞാനും ബാബേട്ടനും കൂടെ സ്ഥാപനം ചെയ്തിട്ടല്ലേ ബാബേട്ട? എന്താണ് ബാബേട്ടാ നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത്? എന്തായാലും കല തന്നെയായിരിക്കും മേഖല, ഇതല്ലെങ്കിൽ അത് മിമിക്രി ആയിരുന്നു ഞങ്ങളുടെ തട്ടകം. ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ശ്രമിക്കാൻ പരാജയപ്പെടരുത്. ഇപ്പൊ കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എന്നോട് മമ്മൂക്ക നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ഷോർട്ട് ഫിലിം ചെയ്യണ്ട, ഇനി സിനിമ ചെയ്തോ, എനിക്ക് അതിനുള്ള പ്രാപ്തിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. കലാകാരിയായിട്ട് നമ്മളെ അറിയുക എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷമാണ്. അന്നത്തെ കാലത്തെ നമ്മൾ മിമിക്രിയിലേക്ക് വരുമ്പം അന്ന് അതൊരു പ്രൊഫഷനായിട്ട് തിരഞ്ഞെടുക്കാനുള്ള പ്രചോദനം എന്തായിരുന്നു? അന്ന് പ്രചോദനം എന്ന് പറഞ്ഞാല് ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ടീച്ചറെ ഓരോരുത്തരെടുത്ത് എന്താവാൻ ആഗ്രഹം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞത് എന്തുകൊണ്ട് പറഞ്ഞതെന്ന് അറിയില്ല, സിനിമാ നടനാവാനാന്ന് പറഞ്ഞത്. അപ്പൊ അന്ന് മുതലേ എങ്ങനെയെങ്കിലും സിനിമയിൽ എത്തണം. അപ്പൊ സിനിമയിലെത്തി മിമിക്രി കൂടെ സിനിമയിൽ എത്തണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. മിമിക്രി കൂടെ അതിനൊരു പ്രചോദനമായ ജയറാമേട്ടൻ, കാരണം നാദിഷ്ക, ഇവരൊക്കെ മാവേലി കൊമ്പത്ത് ഇങ്ങനെ പല പ്രോഗ്രാമുകളും കേട്ടിട്ടാണ് നമ്മള് ഇതിലേക്കുള്ള ഒരു ആഗ്രഹം വരുന്നത്. ഇനി നാദിഷ്കാന്റെ ഒക്കെ എത്രയോ കേസറ്റിലെ കുറെ സംഭവങ്ങൾ പഠിച്ചിട്ട് ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം അതാണ് അതിന്റെ ഒരു ഇത്, സിനിമയിൽ എത്തുക എന്നുള്ളതായിരുന്നു പ്രചോദനം. സിനിമയിൽ എത്തണം, മിമിക്രി കൂടെ എത്തണം എന്ന് ചെയ്യുന്ന ആഗ്രഹം. അപ്പൊ അതിന് നമ്മൾ ആദ്യം വിചാരിച്ച് എങ്ങനെയെങ്കിലും കലാഭവനിൽ എത്തണം. കലാഭവനിലൊന്നും എത്താൻ പറ്റിയില്ല. പക്ഷെ നമുക്കൊരു ചാനൽ ഒരു ഇത് കിട്ടിയപ്പോൾ, നമുക്ക് പെർഫോം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ, അതും ഞങ്ങള് ഇവിടെ എത്തുന്നോ സിനിമയിൽ എത്തുന്നോ ഒന്നും വിചാരിച്ച് വന്നതല്ല. ഞങ്ങൾ ജസ്റ്റ് 1-2 എപ്പിസോഡ് ഒന്ന് ചാനലിൽ കാണാലോ എന്ന് വിചാരിച്ച് വന്ന ടീമാണ് ഞങ്ങൾ B4U. അതെന്തോ ഒരു ഭയം കൊണ്ട് അത് ഹിറ്റായി, ഞങ്ങളെ സ്കിറ്റുകൾ ഹിറ്റായി. ചേട്ടൻ അപ്പൊ സ്റ്റേജുകളെക്കാട്ടി കൂടുതൽ നേരെ നമ്മൾ ഷോകളിലേക്ക് അങ്ങനെയായിരുന്നു? അല്ല, ഞാനും ദേവനും ഒരുമിച്ച് പഠിച്ചാണ്. ഞാനും ദേവനും നിർമ്മലൊക്കെ ഒരുമിച്ച് തന്നെ പ്രോഗ്രാം ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണ്. പല സ്ഥലത്തും സ്റ്റേജ് അങ്ങോട്ട് പോയി, ക്ലബിന്റെ പ്രോഗ്രാമിനൊക്കെ അങ്ങോട്ട് പോയി അവസരം ചോദിച്ച് സ്റ്റേജ് ചെയ്ത് വന്ന ആൾക്കാരാണ്. ചേട്ടാ, ഇപ്പൊ ചേട്ടന് സ്റ്റേജുകളിൽ ഇപ്പൊ നമ്മൾ ഒരു TV പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ഡിഫറെന്റ് രീതിയാണ്, സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം. സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് വേറൊരു രീതി. അപ്പൊ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ചേട്ടന് ഏറ്റവും ക്ലോസ് ടു ഹാർട്ട് ഏത് പെർഫോമൻസസ് ആയിരുന്നു? സ്റ്റേജിൽ നമുക്ക് സ്പോട്ടിൽ റിസൾട്ട് കിട്ടും. സ്റ്റേജാണ് എപ്പോഴും നമുക്ക് കൂടുതലൊരു ഹരം തരുന്നത് അല്ലേ? എനിക്കിപ്പോ ഹരീഷനെ കാണുമ്പോ എപ്പോഴും ആദ്യം ഓർമ്മ വരുന്നത് എല്ലാവർക്കും ജാലിയൻ കാണാറുണ്ടാണ്. പക്ഷെ എനിക്ക് അതിന്റെ അപ്പുറത്തേക്ക് ബാബുവേട്ടനാണ്. എന്താണ് ബാബുവേട്ടാന്ന് വിളിക്കുന്നത് നിർമ്മലാണ്. ആ ഒരു സ്കിറ്റ് ലൈഫിൽ എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? ആ സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് 2-3 സ്കിറ്റ് പൊളിഞ്ഞ് പാളീസായിട്ട് ഔട്ടാവും എന്നുള്ള നിലയിൽ നിൽക്കുന്ന സമയത്ത് ഒരു രാത്രി ഉണ്ടാക്കിയ സ്കിറ്റാണ് അതെന്ന് പറഞ്ഞാൽ. അത് അതിന്റെ മുന്നേ ദേവനും നിർമ്മലും വിനോദ് കോവരും കൂടി ഒരുമിച്ച് ആ ഒരു 3 ആള് വെച്ചിട്ട് ആ സ്കിറ്റ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളത് ഒന്നും കൂടി വിപുലീകരിച്ച് 5-6 ക്യാരക്ടർ കൂട്ടി ചെയ്തു. അപ്പോൾ അതന്ന് ഭയങ്കര, അത് ഞങ്ങൾ ആ സ്കിറ്റ് ചെയ്യുന്നത് രാത്രി 2 മണിക്കാണ് അത് ഷൂട്ട് ചെയ്തത്. അതുപോലെ ജാലിയൻ കിണറിനായാലും ലൈഫിൽ എത്രത്തോളം മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു? ജാലിയൻ കിണർ ഞാൻ ആദ്യമായിട്ടൊരു പ്രായമായ ഒരു ക്യാരക്ടർ ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യണം എന്നുള്ള യാതൊരു ഐഡിയ എൻ്റെ കയ്യിലില്ല. അപ്പം ഏകദേശം നമ്മൾ ഈ പുറത്തൊക്കെ പോകുമ്പോൾ പ്രായമായ ആൾക്കാരൊക്കെ എങ്ങനെ ഇരിക്കുന്ന ഒരു ഇരുത്തത്തിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. അത്രയും പ്രായമായ പിന്നെ എൻ്റെ ഒരു നല്ല സമയം കൊണ്ട് ആ ക്യാരക്ടർ കയറി ക്ലിക്കായി സിനിമയിൽ വന്നു. ഒരാഗ്രഹം പറയട്ടെ, ഒരു 30 സെക്കൻഡിലേക്ക് ജാലിയൻ കിണറായിട്ട് മാറാൻ പറ്റുമായിരിക്കും? എനിക്ക് ഡയലോഗ് എന്തെങ്കിലും മോഡുലേഷൻ പിടിച്ചിട്ട്. ജാലിയൻ വാലാബാഗ് എന്ന് പറഞ്ഞ 3 മതിലാ. ഈ മതിലിന്റെ ഉള്ളിലേക്ക് ഇപ്പോൾ ഇന്ത്യക്കാരെ ഓടിച്ചിട്ട് കേട്ടിയ ബ്രിട്ടീഷുകാർ ഞാനൊക്കെ മുന്നിൽ ഓടിക്കയറിയിട്ടുണ്ട്. അത് ഭയങ്കര ഇതാണ് ഇപ്പോഴും ഭയങ്കര ട്രെൻഡായിട്ട് ഒറ്റ തള്ള. ആ ഒരു ക്യാരക്ടറത്തോളം ലൈഫിൽ ഒരു വ്യത്യാസം? ലൈഫിൽ ഞാൻ ശരിക്കും മിമിക്രി കോമഡി ആർട്ടിസ്റ്റ് അല്ലായിരുന്നു. ഞാൻ സ്റ്റാർസ് ഇമിറ്റേഷൻ മാത്രമുള്ള ഒരാളായിരുന്നു. അപ്പൊ അന്നെന്തോ പഴുതാര മീശൊക്കെ വരച്ച് സൈഡിലേക്ക് കയറുന്നപ്പോൾ ഒരു കോമഡി ഫിഗർ വന്ന് അങ്ങനെ ഞങ്ങളുടെ നാട്ടിലൊരു ശൈലിയാണ്
എന്ത് വെറുപ്പിക്കലാണ് ഭയങ്കര വിടലാണല്ലോ നമ്മളെ കോഴിക്കോടിന്റെ ശൈലിയാണ്. ഞാനത് ക്ലിക്കാവും ചോദിച്ചു പറഞ്ഞതല്ല, എന്തോ എന്റെ നല്ല സമയം കൊണ്ടായിട്ട് ക്ലിക്കായി പോയത്. ഹരിശേട്ടൻ ഇപ്പം പറഞ്ഞു അതുകൊണ്ട് ആ ഒരു സ്കിറ്റ് ഉണ്ടായ കഥകളൊക്കെ ഇപ്പം പറയുന്നത്. ഇപ്പൊ രാത്രി പെട്ടെന്ന് ഒരു ദിവസം രാത്രി കൊണ്ട് രാത്രി ഞങ്ങള് മറ്റുള്ളവരൊക്കെ രാവിലെ തൊട്ടേ സ്ക്രിപ്റ്റിനിരിക്കും. ഞങ്ങളൊരു രാത്രി ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഞങ്ങളുടെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഇരുത്തായിരിക്കും. ആ ഒരു 2-3 മണിക്കൂർ പിറ്റേ ദിവസം രാവിലെ കളിക്കണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടായി പോകുന്നതാ. ആ സ്പിറ്റിൽ അങ്ങനെ കളിക്കും. പിന്നെ ഞങ്ങളെ ഒരു കൗണ്ടർ പറയാ, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ പറയാ മത്സര പരിപാടികളൊന്നുമില്ല. ഒരു ഒഴുക്കിൽ അങ്ങനെ പോകുന്ന കൂട്ടത്തിൽ പറച്ചിലല്ല. ഇപ്പൊ എന്ത് വിടലാണ്, എന്ത് വെറുപ്പിക്കലാണ്, എന്താണ് പാവപ്പെട്ട, ഇതിലൊന്നും ഒരു കൗണ്ടർ ഇല്ലല്ലോ. ഒരു കൗണ്ടർ എന്ന് പറഞ്ഞ സാധനമല്ല, ഒരു ശൈലിക്ക് കിട്ടിയ അല്ലാതെ ഞങ്ങളൊരു കൗണ്ടർ അടിച്ച് വീട്ടിൽ കളിക്കുന്ന ആളുകളൊന്നും അല്ല. ചേട്ടൻ ആഗ്രഹം പറയട്ടെ, ആ ഒരു ഡയലോഗ് എന്താ പറയാ, ആ ഒരു മോഡുലേഷനിൽ തന്നെ. 2014 13 ചെയ്തതാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ ഈ 2013 കാലഘട്ടത്തിൽ അന്ന് ഞങ്ങൾ ചെയ്യുമ്പോൾ അന്ന് ജനിച്ചിട്ടില്ലാത്ത കുട്ടികൾ പോലും ഇപ്പൊ ആ ഡയലോഗ് പറയുമ്പോൾ ആ വലിയൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നുണ്ട്. അത് ഒരുപാട് വീട്ടിൽ തയ്ക്കാൻ അവസാനം എക്സ്പെക്ട് ചെയ്ത് കാണത്തില്ല. അത് പെട്ടെന്ന് ഒരു ദിവസം ഹരിശേട്ടൻ പറഞ്ഞു നിങ്ങള് ഔട്ടിന്റെ ബക്കറ്റ് നിൽക്കുമായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ഐറ്റം കളിച്ച് കുഴപ്പമില്ല മാറി. രണ്ടാമത്തെ ഐറ്റം ഞങ്ങൾ സ്കിറ്റ് പൊട്ടി പാളീസായി. അടുത്തതും കൂടെ പൊട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ കോഴിക്കോട് തിരിച്ച് വണ്ടി കയറാം. അങ്ങനെ നിൽക്കുമ്പോഴാണ് പുലർച്ചെ 3 മണി സമയത്താണ് ഈ ഐറ്റം കളിക്കുന്നത്. ആ ഐറ്റം ഇറങ്ങി റിലീസായതിനു ശേഷം പിന്നെ ഞങ്ങൾ തിരിഞ്ഞു നോക്കാൻ സമയമില്ലാണ്ട് അത്രയും സ്റ്റേജുകളും ഷോകളും വർക്കുകളും ഒക്കെ ആയി. അതുകൂടെ പൊട്ടിയ നേരെ കോഴിക്കോട് തിരിച്ചു ഒരുപാട് വെറുപ്പിക്കൽ സഹിക്കാൻ പറഞ്ഞ ആ ഡയലോഗ്. സുരേന്ദ്രേട്ടാ, എന്താന്ന് വെച്ചാല് മനസ്സിന്റെ ഒരു സന്തോഷ സമാധാനമൊക്കെ പാടെ നിങ്ങൾ എമ്മാരി വെറുപ്പിക്കലാന്ന് ഭയങ്കര വിടലാണല്ലോ നിങ്ങള്. നിങ്ങൾ വീട്ടിൽ പോയി വിളിച്ചത് ഞാനും ബാബേട്ടനോട് സ്ഥാപനം തെറ്റല്ലേ ബാബേട്ട? എന്താണ് ബാബേട്ടാ അല്ല, ആ സെയിം തന്നെ എപ്പോഴും ജീവിക്കുന്ന മിമിക്രി അതൊക്കെ തന്നെയാണ്. സ്ത്രീകൾ പൊതുവെ മിമിക്രി അല്ലെങ്കിൽ കോമഡി രംഗത്ത് കുറവാണല്ലോ. അപ്പൊ അന്ന് അത്രയും കോൺഫിഡന്റ് ആയിട്ട് സ്റ്റേജ് ഷോകളും ഒക്കെ ചെയ്യാനുള്ള പ്രചോദനം എന്തായിരുന്നു ചേച്ചിക്ക്? ഞാൻ ആക്ച്വലി സ്റ്റേജ് ഷോ ചെയ്ത് വന്ന ഒരാളല്ല. ഞാൻ മറിമായത്തിന്റെ ഭാഗമായിട്ടുള്ള ഷോസ് ചെയ്തു തുടങ്ങിയതാണ്. പിന്നീട് ചാനൽ ഷോസിലേക്കൊക്കെ നമ്മളെ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ നമുക്ക് കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ബേസിക്കലി തിയേറ്റർ ആണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കങ്ങനെ സ്റ്റേജാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത്. അതുകൊണ്ട് അത് ചെയ്യാൻ വളരെ ഇഷ്ടമാണ്. മണ്ടോദരി മലയാളികൾ ആരും അത് ചേച്ചി സ്നേഹം എന്നുള്ള പേര് പലർക്കും ഓർമ്മ ഉണ്ടാവില്ല. മണ്ടോദരി എന്നാണ് അത് ജീവിതത്തിൽ വരുത്തിയ മാറ്റം ഒറ്റവാക്കി പറയുകയാണെങ്കിൽ. നിങ്ങൾ എന്നോട് സംസാരിക്കുന്നത് അതിനു മുന്നേ എങ്ങനെയായിരുന്നു? അപ്പോൾ ഈ കലാപരമായിട്ട് ഞാൻ കഥകളി, ഓട്ടംതുള്ളലൊക്കെയാണ് പെർഫോം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ പഠിത്തം എന്നുള്ളത് എൻ്റെ മെയിൻ സബ്ജക്റ്റ്. MA തിയേറ്റർ, MPhil പെർഫോമിംഗ് ആർട്സ് ആണ്. അപ്പോൾ ഉറപ്പായിട്ടും ഇതല്ലെങ്കിൽ എന്തായാലും കല തന്നെയായിരിക്കും മേഖല. ഇതല്ലെങ്കിൽ അത് അതെ. അപ്പൊ അതൊരു ചോദ്യം എന്ന് വെച്ചാൽ ഇപ്പം ഒരുപാട് ആളുകൾ കലയ്ക്കും അല്ലെങ്കിൽ ഒരു സിനിമയിൽ എത്താൻ അല്ലെങ്കിൽ ചിലപ്പോൾ മിമിക്രി ചൂസ് ചെയ്യുന്നതിന് സിനിമയിൽ എത്താനായിരിക്കും. അപ്പോൾ ചില ആളുകൾക്ക് വിചാരിക്കുന്ന പോലെ മുന്നിലേക്ക് വരാൻ പറ്റുന്നുമില്ലല്ലോ. അപ്പൊ അങ്ങനെ ഇനി വരാൻ നിൽക്കുന്നവരോട് എന്താ പറയുന്നത്? പ്രൊഫഷനായിട്ട് ഇതിനെ നമുക്ക് കാണാൻ പറ്റുമോ ഒരിക്കലും? അങ്ങനെ ഒരു ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊഫഷനായിട്ട് കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അതിൽ കാണാൻ പറ്റായികയൊന്നുമില്ല. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഇതിൽ തന്നെ 100% ഡെഡിക്കേറ്റ് ചെയ്ത് നിന്ന് പിന്നെ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പുതിയ ആൾക്കാർ. അപ്പോൾ നമ്മൾ എന്ത് പുതിയത് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ എത്ര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കിതിൽ നിൽക്കാൻ പറ്റും എന്നുള്ളത് അത് ഓരോരുത്തരുടെ വ്യക്തിത്വം ആണ്. ഓരോ വ്യക്തികളാണ് അത് തീരുമാനിക്കേണ്ടത്. എന്നെ സംബന്ധിച്ച് ഇതല്ലെങ്കിൽ ഞാൻ എന്തായാലും കലാമേഖലയിൽ തന്നെ ആയിരിക്കും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ ഇതിൽ എത്തിപ്പെട്ടു. അതോടൊപ്പം ഞാൻ നാടകങ്ങളും ഇപ്പം ചെയ്യുന്നുണ്ട്, കഥകളി പെർഫോം ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ഒരു ബിസിനസ് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ ഇതല്ലേ, ചോയ്സസ് ആണ്. ചേച്ചി അതുപോലെ ഇപ്പം ഇടയ്ക്കൊരു വീഡിയോ ഭയങ്കര വൈറലാണ്, സത്യഭാമ എന്ന ക്യാരക്ടറൊക്കെ ചെയ്തിട്ട് അതത് ഭയങ്കര പ്രശ്നമായിട്ടുണ്ടായിരുന്നു. പിന്നെ ചേച്ചി അതെല്ലാം വന്ന് ക്ലാരിഫൈ ആയിട്ടുണ്ട്, നല്ല കാര്യങ്ങൾ വന്നിട്ട് നല്ലൊരു റിയാക്ഷൻ നടത്തി അതിനെതിരെ. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം സ്ത്രീകൾ തന്നെ ഇങ്ങനെ ആവുന്നതിനെ പറ്റി ചേച്ചിക്ക് എന്താ അഭിപ്രായം? കാരണം അവർ ഭയങ്കര ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളാണ് അവർ പറഞ്ഞു തരുന്നത്. അല്ല, അതിലിപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്ന അത്രയേ ഉള്ളൂ. എനിക്കതിൽ മറുപടിയൊന്നും പറയാനില്ല. പിന്നെ ഞാൻ ആരാണെന്നുള്ള വ്യക്തമായ ധാരണ എനിക്കുണ്ട്. പിന്നെ എന്തിന് പ്രതികരിക്കണം എന്നുള്ളത് എൻ്റെ തീരുമാനമാണ്. അത് ഞാൻ പ്രതികരിക്കും. അന്ന് പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും എനിക്ക് പറയാനുള്ളൂ, ഞാൻ ശ്രീകുമാറിൻ്റെ മോളാണ്. അപ്പോൾ എൻ്റെ അച്ഛൻ പഠിപ്പിച്ചത് എന്താണോ ആ രീതിയിലായിരിക്കും ഞാൻ ബിഹേവ് ചെയ്യുന്നുണ്ടാവുക.
അത് ഉറപ്പായിട്ടും ഞാൻ ഇനിയും പ്രതികരിക്കും എന്നുള്ളതാണ്. പിന്നെ ഓരോ വ്യക്തികൾ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളത് നമുക്കറിയില്ലല്ലോ, അത് അവരുടെ വീട്ടുകാരാണ് തീരുമാനിക്കേണ്ടത്, അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. പുതിയ പ്രോജക്ട്സ് മൂവീസ് എന്തെങ്കിലും വരുന്നുണ്ടോ? മൂവിയല്ല, ഇപ്പൊ ഞാൻ മറിമായം തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പൊ നമ്മുടെ ബിസിനസിന്റെ ഒരു 2ാമത്തെ 3ാമത്തെ ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അതെ, ഇപ്പോൾ വെബ്സൈറ്റ് ഓപ്പൺ ആയി, അതോടൊപ്പം നമ്മളൊരു സ്റ്റോറിലേക്ക് പോവാണ്. കുറച്ച് ആഡ് ഓൺസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ അതിന്റെ കുറച്ച് യാത്രകളിലൊക്കെയാണ്. ബിസിനസ് ആയിട്ട് കൂടുതൽ തിരക്കാണ്. കുറച്ച് യാത്രകളുണ്ട്. കാര്യം നേരിട്ട് പോയി പിക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതിന്റെ തിരക്കുകളിലാണ്. താങ്ക് യു. മീറ്റിംഗ് എങ്ങനെ പിന്നെന്താ, ഭയങ്കര സന്തോഷമാണ്. കാര്യം എല്ലാവരെയും ഒന്നിച്ച് കാണാൻ പറ്റുന്ന ഒരു അവസരം എന്നാണ് നമ്മൾ ഇതിനെ കാണുന്നത്. ഒപ്പം ഒരു സംഘടന എന്ന് പറയുന്നത് ഇതിലുള്ള എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ കാണുകയും ഒരാവശ്യം വരുമ്പോൾ കൂടെ നിൽക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ മാ എന്ന് പറയുന്ന സംഘടനയിലും ആത്മ എന്ന് പറയുന്ന ടെലിവിഷൻ ആർട്ടിസ്റ്റിന്റെ സംഘടനയിലുമാണുള്ളത്. എന്നെ സംബന്ധിച്ച് നമ്മുടെ സംഘടന വളരെ അഭിമാനമാണ്. എല്ലാവരെയും ഒരുപോലെയാണ് ഇതുവരെ അവർ കണ്ടിട്ടുള്ളത്. എല്ലാവർക്കും ഒരുപോലെ സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. സന്തോഷവും ഞങ്ങൾ ഒന്നിച്ച് ആഘോഷിക്കാറുണ്ട്. അതുകൊണ്ട് വളരെ സന്തോഷമായിട്ടാണ് നിങ്ങൾക്ക് കാണാൻ. എല്ലാവരുടെ മുഖവും ശ്രദ്ധിച്ചാൽ അറിയാം, ഞങ്ങൾ വളരെ ഹാപ്പി ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ജനറൽ ബോഡി നടക്കുന്നു, അല്ലെങ്കിൽ ഒരു ഇലക്ഷൻ ഉണ്ട് എങ്കിൽ പോലും അതൊന്നും ഞങ്ങൾക്ക് ഇവിടെ ആഘോഷങ്ങൾക്ക് കുറവില്ല. ഉച്ചയ്ക്ക് ശേഷം നമ്മളുടെ ഒരുപാട് പരിപാടികളും ഇവിടെ ഉണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് ഓരോ നിമിഷവും ആഘോഷിക്കുന്ന ആൾക്കാരാണ്. ഞങ്ങളുടെ എല്ലാവരുടെയും ഡാൻസ് ഉണ്ട്. ഒരാളുടെ ഡാൻസ് അല്ല, അതും നമ്മൾ പറയാണ്. കാര്യം നമുക്കൊക്കെ ഇപ്പൊ പല പല ചാനൽ ഷോസ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവരും പല ഷോസിലൊക്കെ അംഗങ്ങളായിരിക്കും. ഒരു പക്ഷേ ചിലപ്പോ അങ്ങനെ ചെയ്യാത്തവരും ഒക്കെ നമ്മുടെ അംഗങ്ങളായിട്ടുണ്ട്. അപ്പം ഞങ്ങളുടെ ഒരു നിർബന്ധം, ഇപ്പം നമ്മൾ ലേഡീസ് എല്ലാവരും ഇന്ന് നിർബന്ധമായും സ്റ്റേജിൽ കയറ്റും എന്നുള്ളത് ഞങ്ങളുടെ പെൺകുട്ടികളുടെ എല്ലാവരുടെയും ഒരു തീരുമാനമാണ്. ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് അത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. എല്ലാവരും ഇന്ന് സ്റ്റേജിൽ കയറും. 16 വയസ്സ് മുതൽ ഞാൻ 1 man ഷോ ചെയ്യുന്നു. പിന്നെയാണ് ഒരു 18-19 വയസ്സിലാണ് ട്രൂപ്പ് ഉണ്ടാക്കുന്നത്. ടോം എൻജറി എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ ട്രൂപ്പിൻ്റെ പേര്. ഞങ്ങൾ 2 പേരുള്ള ട്രൂപ്പായിരുന്നു. പിന്നീട് അത് വികസിച്ച് 3 പേരായി, 4 പേരായി, 5 പേരായി, പിന്നെ അത് വലിയ ട്രൂപ്പായി. അപ്പോൾ ആ കാലം മുതൽ എൻ്റെ കൂടെ മിമിക്രി ആയിരുന്നു ഞങ്ങളുടെ തട്ടകം. ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടതും റിയാലിറ്റി ഷോ ഒക്കെ ചെയ്തതൊക്കെ മിമിക്രിയുടെ ഫലത്തിലാണ്. പിന്നീടാണ് സീരിയലും മറിമായത്തിലേക്ക് വരുന്നത്, പിന്നെ സിനിമയൊക്കെ ആയിട്ട്. ചേട്ടാ, അന്നത്തെ കാലത്ത് മിമിക്രിയിലേക്ക് വരുമ്പോഴേ അതൊരു ഉപജീവന മാർഗമാക്കാൻ പറ്റും, അങ്ങനെയൊക്കെ ആലോചിച്ചിട്ടുണ്ടോ? ഉപജീവന മാർഗം തന്നെയായിരുന്നു. കാരണം ഞാനന്ന് സത്യത്തില് എനിക്ക് പാരലായിട്ടൊരു ജോലി ഉണ്ടായിരുന്നു. ഞാൻ ഹോട്ടൽ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു. അപ്പൊ അവിടെ നിന്ന് എനിക്ക് മാസത്തില് 10,000 രൂപയാണ് ശമ്പളം കിട്ടുക. പക്ഷേ ഞാൻ രാത്രി കാലങ്ങളിൽ പ്രോഗ്രാമിന് പോയിട്ട് ഞാൻ 20,000 രൂപയോളം ഒരു മാസത്തിൽ വരെ ഉണ്ടാകും. പക്ഷെ അത് ശമ്പളമല്ല, അത് കൂലിയാണ് എന്ന വ്യത്യാസമുള്ളൂ. ഉപജീവന മാർഗം തന്നെയാണ്. ഞാനിപ്പോൾ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കലയെന്ന് കിട്ടിയ കാരണം കൊണ്ട് മിമിക്രി തന്നെയാണ് ശരി. കാരണം സ്റ്റേജ് ഷോകളാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വരുമാനം തരുന്നത്. ഇപ്പോൾ ഗൾഫ് ഷോ ഒക്കെ വരുമ്പോൾ ഭയങ്കര ഗൾഫിലൊക്കെ ഇപ്പോൾ ഈ MIT മ്യൂസിയം മറിമായൊക്കെ തുടങ്ങിയതിന് ശേഷം ഒരുപാട് ഷോകൾ ചെയ്യാനുള്ള ഭാഗ്യമുണ്ടായി. അതുകൊണ്ട് നമ്മൾ ഫിനാൻഷ്യലൊക്കെ സെറ്റായി. പക്ഷെ ചേട്ടാ, ചില കലാകാരന്മാർ, മിമിക്രി കലാകാരന്മാർ സ്ട്രഗ്ലിംഗ് ആണ്, നമ്മൾ അങ്ങനെ കേൾക്കാറില്ലേ? എങ്ങനെ? അതായത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യും. അല്ല, അതുണ്ട്. അതിപ്പോ ഓരോരുത്തർക്കും ഓരോ ഭാഗ്യം വരുന്നതാണ്. കാരണം ഈ മേഖലയിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്താൽ തന്നെ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. ഞാൻ പലരോടും പറയാറുണ്ട്, ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടേക്കാം, പക്ഷെ ശ്രമിക്കാൻ പരാജയപ്പെടരുത്. വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പം പിന്നെ ചിലർക്ക് ലക്കാണ്. ഇപ്പം സിനിമയിലൊക്കെ ഒരു മിമിക്രി കലാകാരന്മാർ എത്ര പേര് സിനിമയിലെത്തി, ആരും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങളാണ് ഉണ്ടാക്കുന്നത്. ഒരു ദിവസം അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഇത്രയും ഒരു 230-300ഓളം കലാകാരന്മാർ, ഇവരൊക്കെ ആളുകൾ തിരിച്ചറിയും. അതാണ് ഏറ്റവും വലിയൊരു കാര്യം. നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഒരു 5 പേരെങ്കിലും നമ്മളെ തിരിച്ചറിയെങ്കിൽ അത് നമുക്ക് കിട്ടുന്ന വലിയൊരു കാര്യമാണ്. അത് ചേട്ടാ, കൂടുതലും TV പ്രോഗ്രാംസ് ചേട്ടനെ അങ്ങനെ മലയാളികൾ മൊത്തത്തിൽ തിരിച്ചറിഞ്ഞ ഒരു ക്യാരക്ടറായിട്ട് ചേട്ടന് തോന്നിയത് മൂസ തന്നെയാണ്. മൂസയാണ് എൻ്റെ ഏറ്റവും. കാരണം ഇപ്പൊ അത് ബൈൻഡപ്പ് ചെയ്തിട്ടും 9 വർഷമായി. പക്ഷെ ഇപ്പോഴും ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ആ ക്യാരക്ടർ പോയിട്ടില്ല. ഇന്ന് ഞാൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ എന്നെ 10 പേര് വിളിക്കുന്നുണ്ടെങ്കിൽ അതിൽ 6 പേര് മൂസക്കായി എന്നാണ് വിളിക്കുന്നത്. അത് വലിയൊരു ഭാഗ്യമാണ്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ലോട്ടറിയാണ് MIT മൂസ. നാഷണൽ അവാർഡ് വരെ എത്തി. അതെ അതെ. പാത്തു പിന്നെ മിമിക്രിയിൽ ഉണ്ടായിട്ടില്ല. അവള് നാടകമായിരുന്നു അവളുടെ.
ഞാനും നാടകമായിരുന്നു. കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് നാടകങ്ങളിലാണ് ഞാൻ അഭിനയിച്ചത്. പിന്നെ യൗവനത്തിലും ഒരുപാട് നാടകങ്ങൾ. ഞാനവിടെ കോഴിക്കോട് കേരളോത്സവ നാടക മത്സരത്തിൽ 5 വർഷം ബെസ്റ്റ് ആക്ടറാണ് തുടർച്ചയായിട്ട് 5 വർഷം. അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നാടകമുണ്ട്, മിമിക്രി. പാത്തുവിനോടൊപ്പം തന്നെ ചേട്ടനും ഇന്റർനാഷണലി അക്ലൈംഡ് ആയിട്ട് അല്ലേ, അതിനെ എനിക്കും കുറിച്ച് ഒരു ഇന്റർനാഷണൽ അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഷോർട്ട് ഫിലിമിനായിരുന്നു. അതേ കാരണത്താൽ എന്ന ഷോർട്ട് ഫിലിമിന്. അപ്പോൾ പാത്തുവിനെ ഞാൻ പരിചയപ്പെടുന്നതും നാടകത്തിലൂടെയാണ്. അവളുടെ ഒരു നാടകം കണ്ടിട്ടാണ് ഞാൻ അവളെ പോയി പരിചയപ്പെടുന്നതും ഞങ്ങൾ സുഹൃത്തുക്കളാവുന്നത്. പിന്നീട് അവൾക്ക് എൻ്റെ കൂടെ അഭിനയിക്കണമെന്നുള്ള ആഗ്രഹം പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു ഷോ വന്നപ്പോൾ ഞാൻ അവളെ ഭാര്യയായിട്ട് സെലക്ട് ചെയ്തത്. അവൾക്ക് വലിയൊരു ഭാഗ്യമായി. നിങ്ങളുടെ കോംബോ അത്രയും ഹിറ്റ് ആയിരുന്നു. പക്ഷെ ആ ഒരു പാത്തുവാണ് ആ ദേശീയ അംഗീകാരം നേടിയ മിന്നാമിനി എന്ന സിനിമയിലെ കഥാപാത്രം ചെയ്തതെന്ന് പറയുമ്പോഴാണ് അത്ഭുതം. അതാണ് നമ്മുടെ ഇപ്പം ഞാൻ ഇത്രയും കോമഡി കാണിച്ചത് ഞാൻ അതേ കാരണത്താൽ എന്ന ഫിലിമിൽ ഞാൻ കാണിച്ചത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള സംഭവമാണ്. പ്രത്യേകിച്ച് ഈ ചിരിപ്പിക്കുന്നവർ സീരിയസ് ഫാഷനിൽ ചെയ്യുമ്പോൾ അത് ഭയങ്കര എഫക്റ്റീവ്, അത് ഭയങ്കര ഇമ്പാക്റ്റും ആണ്. ഇപ്പൊ തന്നെ ഇന്ദ്രൻ സാർ ആണെങ്കിലും അല്ലേ, നമ്മൾക്ക് ചെയ്യുന്ന സിനിമകളെല്ലാം ഒന്നിനൊന്ന്. സലീം കുമാർ ആദാമിന്റെ മകനാ പോകുന്നത്. പിന്നെ തീർച്ചയായിട്ടും നാഷണൽ അവാർഡ്. ചേട്ടൻ ഇന്റർനാഷണൽ ആ ഒരു റെക്കഗ്നിഷൻ കിട്ടി, അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് 2014 അതേ കാരണത്താൽ എന്നൊരു സിനിമയുടെ അഭിനയത്തിനാണ് എനിക്ക് കിട്ടിയത്. ആ സിനിമയ്ക്ക് 30 അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് മൊത്തം. അതിൽ 18 അവാർഡും എനിക്കാണ് ബെസ്റ്റ് ആക്ടർ അവാർഡാണ്. അത് ഒന്നൊരു ഇന്റർനാഷണൽ അവാർഡ് IFFKയുടെ 2014 ഇപ്പോഴും 16 ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് ആ സിനിമയ്ക്ക്. ആ സിനിമയ്ക്ക് ശേഷമാണ് എനിക്ക് സിനിമയിലേക്കും ഒരുപാട് അവസരങ്ങൾ. സിനിമയിലേക്ക് ചേട്ടൻ കൂടുതൽ ചാൻസസ് വരുന്നത് MIT മൂസയും മറിമായും പ്ലസ് ഈ ഒരു സിനിമ കണ്ടിട്ടാണ് എന്നെ ആദ്യമായിട്ട് മമ്മൂക്ക വിളിക്കുന്നതും അപ്രീഷിയേറ്റ് ചെയ്യുന്നതും ഒക്കെ. അങ്ങനെ മമ്മൂക്കയുടെ ആ സമയത്തുണ്ടായിരുന്ന വർഷം എന്ന സിനിമയിലേക്ക് നല്ലൊരു വേഷം തന്നു. പിന്നീട് ഇപ്പോഴും ആളുകൾ പലപ്പോഴും ആ ഒരു സിനിമയെക്കുറിച്ച് പറയും. വല്ലാത്തൊരു സിനിമയാണ് അത്. കാരണം അച്ഛനിൽ നിന്ന് ഗർഭിണിയാകേണ്ടി വന്ന ഒരു മകളുടെ ആത്മഹത്യാ ശ്രമമായിരുന്നു സിനിമ. അത് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴും അതിനൊരു കാലിക പ്രസക്തി ഉണ്ട് ആ സിനിമയ്ക്ക്. പിന്നെ അതിന് ശേഷം ഞാൻ 2-3 ഷോർട്ട് ഫിലിമുകൾ ചെയ്തിട്ടുണ്ട്. അതേ കാരണത്താൽ എന്നൊരു ഷോർട്ട് ഫിലിം, അതിന് 12 അവാർഡുകൾ കിട്ടി. ആ 12 അവാർഡും ബെസ്റ്റ് ആക്ടർക്കുള്ള അവാർഡ് എനിക്കായിരുന്നു. ആ ഫിലിം മമ്മൂക്കയുടെ പേജിലൂടെയാണ് റിലീസ് ചെയ്തത്. മമ്മൂക്കൊക്കെ ഭയങ്കര ഇഷ്ടമായൊരു ഷോർട്ട് മൂവിയാണ്. കറൻലി ഇപ്പം മറിമായം ഒരു 4-5 സിനിമകൾ ചെയ്യുന്നുണ്ടൊക്കെ റിലീസാവാൻ. ഞാനും ഈ വർഷം അവസാനം ഒരു സിനിമ ഡയറക്ട് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ്. ഡയറക്ടർ എന്നുള്ള റോളും കൂടെ കുറെ ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. എന്നോട് മമ്മൂക്ക നേരത്തെ പറഞ്ഞിരുന്നു, ഇനി ഷോർട്ട് ഫിലിം ചെയ്യണ്ട, ഇനി സിനിമ ചെയ്തോ, എനിക്ക് അതിനുള്ള പ്രാപ്തിയായി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നല്ലൊരു കഥ കിട്ടിയിട്ടുണ്ട്. താരങ്ങൾക്ക് വേണ്ടിയുള്ള ചെറിയൊരു അന്വേഷണം, പ്രൊഡ്യൂസറൊക്കെ റെഡിയാണ്. അപ്പോൾ ഈ വർഷം അവസാനമാകുമ്പോഴേക്കും ആ സിനിമ വരും എന്ന പ്രതീക്ഷയിലാണ്. നന്നായിട്ട് വരട്ടെ ഏട്ടാ, നന്നായിട്ട് നടക്കട്ടെ പ്രോജക്ട്. ഇൻസ്റ്റാഗ്രാം നേരത്തെ എടുക്കുന്ന സമയത്ത് നമ്മൾ റാൻഡം റീലാണ് കാണുന്നെങ്കിൽ ഇപ്പൊ നോക്കുന്ന സമയത്ത് എപ്പോൾ നോക്കിയാലും നിങ്ങളാണ്. എപ്പോഴും നോക്കിയാലും ഇൻസ്റ്റാഗ്രാമിനകത്ത് നിങ്ങളെല്ലാം നിറഞ്ഞു നിൽക്കണം. ആ ഒരു കാര്യത്തിനെ പറ്റി നല്ല രീതിയിലാണോ പറഞ്ഞത് അതോ മോശം? നല്ല രീതിയിൽ ദൈവത്തിന്റെ സഹായം കൊണ്ട് ചില കട്ട്സ് ഒക്കെ നമ്മൾ കോമഡി സ്കിറ്റ് ചെയ്യുന്നത് വൈറലാവുന്നുണ്ട്. അത് ഒരുപാട് പേര് എന്നെ സംബന്ധിച്ചാണെങ്കിൽ എൻ്റെ വോയിസ് വേറെ ആർട്ടിസ്റ്റുകൾ, നമ്മുടെ യൂട്യൂബേഴ്സ് ആയാലും അവരൊക്കെ ചെയ്ത് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ ഇപ്പൊ എന്ത് ഈ ഒരു ഷോയിലേക്ക് വന്നതിന് ശേഷം ലൈഫ് ഒത്തിരി മാറി വന്നു. നേരത്തെ വന്നൊരു ലൈഫ് അല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനെങ്ങനെ തോന്നി? ഞാൻ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്ന ഇപ്പം ഓരോ ഫ്ലോറും എനിക്ക് ഓരോ എക്സ്പീരിയൻസാ. ഇപ്പൊ ജഡ്ജസ് പറഞ്ഞു തരുന്നതായാലും നമ്മുടെ കൂടെ നിന്ന് സ്കിറ്റ് ചെയ്യുന്നവരായാലും നമ്മളെക്കാട്ട് കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവരാണ്. അപ്പോൾ ഓരോന്ന് പറഞ്ഞു തരുമ്പോൾ ഇപ്പോൾ ചിലത് നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ തന്നെയും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് പറയുന്നതും അല്ല, അവർ തന്നിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊക്കെയാണ്. അതാണ് ഫ്രീ ആയിട്ട് ഓരോ സ്കിറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ മൈന്യൂട്ട് എക്സ്പ്രഷൻ ഒക്കെ വിടുന്നത് ഇത്ര മൈന്യൂട്ട് രക്ഷപ്പെടലാണ്. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത മസിൽസ് ഒക്കെയാണ് ചേച്ചിയുടെ ഫേസ് ചെയ്ത് പ്രവർത്തിക്കുന്നത്. അത് ഇതുവരെ ടെൻഷൻ കാണിക്കാതിരിക്കാൻ എക്സ്പ്രഷൻ. ഇപ്പൊ ഞങ്ങളൊന്ന് ബൈറ്റ് ചോദിച്ച സമയത്തായാലും ചേച്ചിയുടെ എക്സ്പ്രഷൻ കണ്ടപ്പോ ഇങ്ങനൊക്കെ ഒരു എക്സ്പ്രഷൻ മൈന്യൂട്ട് എക്സ്പ്രഷൻ. ഈ ഫീൽഡിലേക്ക് എങ്ങനെയാ വരുന്നത്? നമ്മൾ ഈ കോമഡി അല്ലെങ്കിൽ സ്റ്റേജ് ഷോയിൽ കൂടെയാണോ വരുന്നത്, അതോ TV പ്രോഗ്രാംസ്, ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ കൂടെയാണ് വരുന്നത്? പിന്നെ എൻ്റെ അമ്മ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും തന്നെ നമ്മുടെ ആദ്യമായിട്ട് നമ്മുടെ മലയാളികൾ റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത് ഏത് പ്രോഗ്രാമിൽ കൂടെ ആയിരിക്കും? ബമ്പർചിരിയാണ്. മനോരമയിലെ ബമ്പർചിരിയാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ ഞാൻ നിന്നത് ഫ്ലവേഴ്സിലാണ്. 2 ചാനലും ഒരുപാട് സപ്പോർട്ട് തന്നിട്ടുണ്ട്. പക്ഷെ ബമ്പർചിരിയിൽ കൂടെ എല്ലാവരും കൂടുതൽ ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങിയത് അല്ലേ? സ്ത്രീകൾ കൂടുതലും കോമഡിയിലേക്ക് വരാൻ മടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നാറില്ലേ? അതെന്തായിരിക്കും? അല്ലെങ്കിൽ ഇല്ല, പൊതുവെ അങ്ങനെ പറയില്ല. ഭയങ്കര ആക്റ്റീവ് അവരവരുടെ കഴിവ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ആയാലും നമുക്ക് പറ്റുന്ന പോലെ എല്ലാം
പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ നമുക്ക്. ടെലിവിഷൻ തന്നെ വേണം. സപ്പോർട്ടിങ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരു 4 പേരടങ്ങുന്ന ടീമാണെങ്കിൽ ഒരു ലേഡി ഉണ്ടെങ്കിൽ ഒരു സപ്പോർട്ടിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ അങ്ങനല്ല, ലീഡിങ്ങിലോട്ട് ലേഡീസ് വരുന്നുണ്ട്. അത് വലിയ മാറ്റമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കൊക്കെ അതൊരു ലക്കാണ്. മഞ്ജു ചേച്ചിയൊക്കെ എന്ത് പറയും? ഇപ്പൊ നിങ്ങളുടെ സ്കിറ്റൊക്കെ ഭയങ്കര മഞ്ചേച്ചിയൊക്കെ നല്ല സപ്പോർട്ടാണ്. ഞാൻ മനോരമയിലുണ്ടായിരുന്ന സമയത്തായാലും ഇപ്പോഴായാലും മഞ്ചേച്ചിയൊക്കെ ഒരു കീപ്പ് ഇൻ ടച്ച് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം സ്ക്രിപ്റ്റ് ചെയ്ത് നമ്മൾ അത്രയും പ്രിപ്പയർഡ് ആയിട്ടായിരിക്കുമല്ലോ വരുന്നത്, പക്ഷെ കയ്യിൽ നിന്ന് പോയെന്ന് തോന്നുന്നു, അങ്ങനെ വന്നിട്ടുണ്ടോ? ഒരു വർഷം ഇരുന്ന് പഠിച്ചിട്ട് എക്സാം എഴുതുന്ന തോന്നുന്നില്ല. അപ്പോഴാണ് 3-4 ദിവസം സ്കിറ്റ് സ്വാഭാവികമായിട്ടും കയ്യിൽ നിന്ന് പോകും. അപ്പൊ ഞാൻ കാരണം അതിനൊരു ഫോൾട്ട് ഉണ്ടാവരുത് എന്ന് പറഞ്ഞിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതാണ്. ചിലപ്പോൾ അത് രക്ഷപ്പെടില്ല, അങ്ങ് പോകും, അങ്ങ് വാക്കിനങ്ങ് പോകും. പാളിയിട്ടില്ല നമ്മുടെ കയ്യിൽ നിന്ന്. പാളിയിട്ടുള്ളതാണല്ലോ. പക്ഷെ അറിഞ്ഞിട്ടില്ല ആൾക്കാർ. കൂടെ നിൽക്കുന്നവർ അത്ര സപ്പോർട്ട് ചെയ്യുമ്പോഴേ നമുക്ക് അത്രയും ടെൻഷൻ അത് ഹാൻഡിൽ ചെയ്ത് പൊക്കോളൂ. ഹാൻഡിൽ ചെയ്ത് പോകും. നമ്മള് സ്കിറ്റ് ചെയ്യുന്നത് നമ്മുടെ പോഷൻ മാത്രമല്ലല്ലോ പഠിക്കുന്നത്. ഇപ്പൊ 3 പേരടങ്ങുന്നതാണെന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാനും സൂര്യയും വേറെ ആർട്ടിസ്റ്റും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പേരുടെയും ഡയലോഗ് എന്ത് പറഞ്ഞിട്ട് ആര് പറയും അങ്ങനെ നമുക്കറിയാം. ഒരു എന്റെ ഭാഗത്ത് നിന്ന് പോവുകയാണെങ്കിൽ സൂര്യക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഞാൻ എത്രത്തോളം പറയുമെന്ന് സൂര്യക്ക് അറിയാൻ പറ്റും. ആ ഒരു ബോണ്ടിങ് ഒക്കെ ഉണ്ട്. ഇപ്പൊ സ്റ്റേജ് ഷോസ് ഒക്കെ ചെയ്തു തുടങ്ങിയോ? ചെയ്തു തുടങ്ങി. ചേച്ചിയുടെ ഒത്തിരി ഡയലോഗ്സ് വൈറലായിരുന്നു. ഏതൊരു ഡയലോഗ് നമുക്ക് പറയാൻ പറ്റും? ഇതാ ഞാൻ പറഞ്ഞത്, പഠിച്ചതപ്പോ ഞാൻ മറന്നു. മൂവീസിലേക്കൊക്കെ സിനിമയിൽ അവസരങ്ങൾ വിളിക്കണം, ആഗ്രഹമുണ്ട്. വന്നിട്ടുണ്ടോ എന്തെങ്കിലും? 2 മൂവി ചെയ്തു, അത് 2 റിലീസായി. ഇത് കാണുന്ന ഡയറക്ടർ ആരെങ്കിലും ഇപ്പൊ വിളിക്കണം, ഒരുപാട് ആഗ്രഹമുണ്ട്. എന്നെ പോലുള്ള നല്ല സൂര്യ പോലുള്ള എല്ലാ ആർട്ടിസ്റ്റുകളുടെയും വലിയൊരു സ്വപ്നമാണ് സിനിമ. ഒരവസരം അത് കാരണം കേട്ടോ. ഒരുപാട് അവസരങ്ങൾ കിട്ടിട്ട് നിങ്ങൾക്ക്. തീർച്ചയായിട്ടും. ചേച്ചിയുടെ ഒരു റീല് ഭയങ്കര വൈറലായിരുന്നു. കോടീശ്വരൻ. കോടീശ്വരൻ ആളാണ് കുറച്ച് മുമ്പ് അങ്ങോട്ട് സംസാരിച്ചു. അങ്ങനെ 4 സ്കിറ്റ്. അയ്യോ അല്ല, ഞാനങ്ങനെ അതിപ്പോ ഞങ്ങളിപ്പോ 3 പേര് ടീമായിട്ട് പോകുന്നു. അപ്പൊ അതിൽ കുറെ സ്കിറ്റുകൾ ശ്രീജു എഴുതുന്നുണ്ടല്ലോ, അതങ്ങനെ വൈറലായി പോകുന്നു. അപ്പൊ ഇതിനു മുമ്പ് ഞങ്ങൾ എഴുതിയ സ്കിറ്റിനകത്ത് ശശാങ്കൻ ചേട്ടൻ ഞങ്ങൾക്ക് കുറെ സ്കിറ്റുകൾ തന്നിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ അടിപൊളിയായിട്ട് പോട്ടെ. ലൈഫ് വളരെ സന്തോഷം. കലാകാരിയായിട്ട് മറ്റൊരു നമ്മളെ അറിയുക എന്ന് പറയുന്നത് വളരെ വലിയ സന്തോഷമാണ്. ഞാൻ അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. എനിക്കൊരു 4 വർഷത്തെ ആയിട്ടുള്ളൂ ഞാൻ ആ ഡയലോഗ് എന്ന് പറയുന്നത് നന്നായിട്ട് ചെയ്യുന്നു, അത് പറയണം നമ്മള്. എന്താ എന്നിട്ട് നന്നായിട്ട് ഈ കുട്ടി ചെയ്യുന്നു, അങ്ങനെ ഞങ്ങൾ പറയണം. സൈക്കോളജിക്കൽ മൂവ്. ആ ഡയലോഗ് ഒന്ന് റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും? അതിനകത്തൊരു തഗ് ഡയലോഗ് ഉണ്ടല്ലോ, പുള്ളി എടുത്ത് പറയുന്നത്, പുള്ളിയെ കണ്ടുപിടിക്കുമ്പോൾ ഡയലോഗ് ഉണ്ടല്ലോ. ഓക്കെ, താങ്ക് യു. 2 പേർക്കും താങ്ക് യു. ഇത് കണ്ടിട്ട് ആൾക്കാർ പറയും താങ്ക് യു.